യമനിൽ ചാരന്മാർ കഴിഞ്ഞില്ല. നിരാശപ്പെട്ട് അമേരിക്ക പുതിയ വഴികൾ തേടുകയാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് യുദ്ധം ജയിക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ്. അതിൽ ഭീഷണിപ്പെടുത്തലും സ്ഫോടനം നടത്തലും തട്ടിക്കൊണ്ടുപോകലും ഏറ്റവും മോശപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ചരിത്രത്തിൽ യൂറോപ്യന്മാർ ചെയ്തിട്ടുണ്ട് ചില യുദ്ധങ്ങൾ വിജയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയകൾ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ കാലത്തൊക്കെ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്ത് ഇതാ തീമായി വർഷിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ കീഴ്പ്പെട്ടിരിക്കുന്നു, സൈനികർ കീഴ്പ്പെട്ടിരിക്കുന്നു, അങ്ങനെ രീതിയിൽ യുദ്ധം ചെയ്യുന്ന രാജ്യത്തിലെ സൈനികർക്ക് നിരാശ ഉണ്ടാകുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സൈനിക മുഖത്തുള്ള സാധാരണ സൈനികരെ നിരാശരാക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഇറാഖിൽ അവർ പരീക്ഷിച്ചിട്ടുണ്ട്, ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ പരിപാടികൾ അവർ നടത്തും. അതിൽ ഏറ്റവും കൂടുതൽ ഇവർ ഉപയോഗപ്പെടുത്തുന്ന ചാരന്മാരെയാണ്. രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് ആ മേഖല ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്യുക എന്നുള്ളത്. സദാം ഹുസൈന്റെ കാലത്ത് ബാഗ്ദാദിലുള്ള സൈനിക കമാൻഡറിൽപ്പെട്ട പരമാവധി ആളുകളൊക്കെ കാല് മാറിയിട്ടുണ്ട് എന്നുള്ളതും പാരച്ചൂട്ട് ഇറക്കി അവരെ രക്ഷപ്പെടുത്തി അമേരിക്കയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടൊക്കെ അന്ന് തന്നെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് യുദ്ധമുഖത്ത് സജീവമായിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന സൈനികർക്ക് നേതൃത്വം നൽകാൻ ആളില്ലാത്തത് കൊണ്ട് അവർ കീഴടങ്ങുകയോ അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിക്കുകയോ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ അതിനോടനുബന്ധിച്ച് ഉണ്ടായതാണ്. ഇപ്പോൾ യമനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ അമേരിക്ക നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ. ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റമോ വിജയം ഉണ്ടാക്കാൻ അവിടെ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യമനിലെ അമേരിക്കക്കെതിരെ പോരാട്ടം നടത്തുന്ന, ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ കപ്പലിനൊക്കെ നേരെ പോരാട്ടം നടത്തുന്ന വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചില ചാരന്മാരെ ഇവിടേക്ക് യമനിലേക്ക് നിയോഗിച്ചു. അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ യമന്റെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചോർത്തിക്കൊണ്ട് അമേരിക്കക്ക് നൽകുക എന്നുള്ളതാണ്. ഈ കാര്യം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ആളുകളെ പിടികൂടിയിട്ട് ഒന്നുകിൽ വധിക്കുകയോ അതല്ലെങ്കിൽ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുകയോ ചെയ്തിട്ടുണ്ട് എന്ന് പ്രാദേശിക ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് രക്ഷയില്ലാത്തൊരു സ്ഥിതിവിശേഷം. ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ഒടുവിൽ ഉപദേശം നൽകിയത് ഇസ്രായേലാണ്. ഇസ്രായേൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ലെബനാനിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചത് ഒറ്റുകാരുള്ളത് കൊണ്ടാണ്, അതായത് ചാരപ്രവർത്തനം നടത്തിയത് കൊണ്ടാണ്. അവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ തലവനായിരിക്കുന്ന ഹസൻ നസ്രുള്ള അടക്കമുള്ള സൈനിക മേധാവികൾ ഇന്നൊരു ബിൽഡിങ്ങിനോട് ചേർന്നുകൊണ്ട് അടിയന്തരമായിരിക്കുന്ന ഒരു മീറ്റിംഗ് കൂടുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചു. അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും കൃത്യമായ രീതിയിൽ വിവരം നൽകാൻ വേണ്ടി ഞങ്ങളുടെ ചാരന്മാർ അല്ലെങ്കിൽ ഞങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവിടെ സജീവമായിട്ട് നിലനിന്നിരുന്നു. കൃത്യമായിരിക്കുന്ന വിവരം തങ്ങൾക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലെബനാന്റെ അതിർത്തി കയറിക്കൊണ്ട് തങ്ങളുടെ IDF സംഘം വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തി. ഭൂഖണ്ഡേതര മിസൈലുകളൊക്കെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ലക്ഷ്യം കാണുകയും ഹസൻ നസ്രുള്ള അടക്കം വലിയ സൈനിക കമാൻഡർമാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് വലിയ രീതിയിൽ ആഘോഷമായിട്ട് തന്നെയാണ് ഇസ്രായേൽ ആചരിച്ചത്. അതിന് തൊട്ട് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പേജർ ആക്രമണം, വാക്കർ ടോക്കി പേജറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്രമണം നടത്തി ഈ രാജ്യത്തെ തന്നെ, ലെബനാൻ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിച്ചത്. അവർ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു കൊണ്ടിട്ടുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഫോടന പരമ്പര തന്നെ ഉണ്ടായി. 41ഓളം പേരാണ് അന്ന് മരണപ്പെട്ടത്. 200-ലധികം ആളുകൾക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നത് പോലും ഭയപ്പെടുന്ന രീതിയിലേക്ക് ആ രാജ്യത്തെ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ചതിയിലൂടെയുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അങ്ങനെ ഒരു ഞെട്ടലിൽ രാജ്യം നിൽക്കുന്നതിനിടയിലാണ് ഇവിടെ അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗ് ചേരുന്നു. ആ മീറ്റിങ്ങിലേക്ക് ഇവർ സ്ഫോടനം നടത്തുന്നു. അവിടെ വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് മറ്റൊരു പതിപ്പ് യമനിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ അമേരിക്കയോട് പറയുന്നത്. അമേരിക്ക തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കച്ചിത്തിരുമ്പ് കിട്ടിയാൽ ഉപയോഗിക്കാവുന്ന പാകത്തിലാണ് അവർ നിൽക്കുന്ന. കാര്യം എന്ന് പറഞ്ഞാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും അറബ് രാജ്യങ്ങളോ മൂന്നാം ലോക രാജ്യങ്ങളോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോ സഹകരിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് എതിർപ്പാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ അമേരിക്ക ഒറ്റപ്പെട്ടു പോയി. ബ്രിട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വേർപിരിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് അവരിപ്പോൾ ചെങ്കടലുമായിട്ട് സഹകരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വിഷയം ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ മേഖല എന്തെങ്കിലും തരത്തിലുള്ള വിജയം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചാരന്മാരെ ഇറക്കുമതി ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നത്. പല രാജ്യങ്ങളിലും ക്യൂബയിലടക്കം അവരത് പരീക്ഷിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചാരന്മാരുടെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്ക മാത്രം ചെയ്യുന്നതല്ല, ഇറാൻ ഇസ്രായേൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അയൺ ഡോം പോലെയുള്ള സംവിധാനത്തിൻ്റെ രഹസ്യമായിരിക്കുന്ന സാങ്കേതിക വിദ്യ ഇറാന് കൈവശപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് അവിടെയുള്ള ഇറാന്റെ ചാരപ്രവർത്തിമാർ ഒറ്റുകൊടുത്തതാണ് എന്ന് പിന്നീട് ഏറെക്കുറെ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചതാണ്. ഞങ്ങളുടെ രാജ്യത്ത്
ഇറാൻ്റെ ചാരന്മാരുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്നൊരു പരാമർശം, ഒറ്റ വാക്കിലെ പരാമർശം അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ചാരപ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇപ്പോഴും അതേ രീതി തുടരുന്നത് യമൻ മാത്രമേ ഉള്ളൂ. ലെബനാനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട്, നേതാക്കന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട്, നേതാക്കന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുദ്ധം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അതിൽ അങ്ങനെ തന്നെ സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നഷ്ടത്തിൻ്റെ കണക്കുകൾ പറയാനുണ്ട്. എന്നാൽ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നോക്കുന്ന സമയത്ത് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരു സൈനിക കമാൻഡർമാരോ വളരെ പ്രധാനപ്പെട്ട ആരെങ്കിലോ കൊല്ലപ്പെട്ടതായിരിക്കുന്ന ഒരു വിവരം വന്നിട്ടില്ല. മാത്രമല്ല ഇവരുടെ സൈനിക താവളത്തെക്കുറിച്ചോ ആയുധ ശേഖരത്തെക്കുറിച്ചോ രഹസ്യമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ചോ ഇപ്പോഴും ഒന്നും അറിയില്ല എന്ന് മാത്രമല്ല അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ സൈനിക ബലം, ഈ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ ബലം പോലും മനസ്സിലാക്കാൻ അമേരിക്ക സാധിച്ചിട്ടില്ലെന്ന് അമേരിക്കയുടെ നാവിക കമാൻഡർ തന്നെ സ്ഥിരീകരിച്ചതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അവർക്കുള്ളത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ രഹസ്യങ്ങൾ ചോർത്തിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, അവർ ആക്രമിക്കാൻ വേണ്ടി പറ്റൂ. അമേരിക്ക പറയുന്ന കാര്യം, അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അമേരിക്കയുടെ ചില പത്രങ്ങളിൽ വന്നിരിക്കുന്ന കാര്യം, ഏകദേശം $800 കോടി നഷ്ടം യമനുമായിട്ടുള്ള യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 32ലധികം ഡ്രോണുകളെ യമൻ തകർത്തിട്ടുണ്ട്. തകർത്തു എന്ന് മാത്രമല്ല വെടിവെച്ച് താഴെ ഇട്ടിട്ട് അതിന് തീ കൊടുത്ത് ആഘോഷിക്കുന്ന പ്രവൃത്തിയാണ്. ഇത് അത്യന്തം അമേരിക്കക്ക് വലിയ രീതിയിൽ ക്ഷീണവും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഏകദേശം 200 കപ്പലുകളെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 400ഓളം കപ്പലിൽ 200ലധികം എന്ന് പറയുന്നു. അതിൽ ചില കപ്പലുകൾ കടൽ താഴ്ന്നു പോയിട്ടുണ്ട്, ചില കപ്പലുകൾ തീ പിടിച്ചിട്ടുണ്ട്, ചില കപ്പലുകൾ ഈ ആദ്യത്തെ രൂപത്തിലേക്ക് ആക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്, ചില കേടുപാടുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. 1-2 കപ്പലുകൾ യമൻ പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും അത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നതാണ്. അപ്പോൾ വലിയ നാശങ്ങളും നഷ്ടങ്ങളും അമേരിക്ക ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ ലോകത്തോട് പറഞ്ഞു കൊടുത്ത കാര്യം എന്താണ്? ചെങ്കടലിലെ കാര്യം ഞങ്ങൾ ഏറ്റു, അവിടെ ഞങ്ങൾ സുരക്ഷിതത്വം തരും, യാതൊരു പ്രശ്നവുമില്ല, ആരാണോ എതിർക്കുന്നത് ഞങ്ങൾ ഇല്ലാതാക്കും, ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങൾ എത്തിച്ചേരും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കപ്പലിറക്കുക. പല രാജ്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ട് കപ്പലിറക്കുകയും ചെയ്തു. കപ്പലിറക്കിയോടനുബന്ധിച്ച് കഴിഞ്ഞിട്ട് അവർ പെട്ടുപോവുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ അമേരിക്കയുടെ വാക്കുകൾക്കൊന്നും വിശ്വാസമില്ലാത്ത രീതിയിലാണ് ആ ഒരു കപ്പൽ കമ്പനികൾ അത് അതൊക്കെ തടയപ്പെട്ടു. അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിലാണ് പിന്നീട് ആഫ്രിക്ക വഴിയാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിലേക്ക് ഇപ്പോൾ കപ്പലുകളൊക്കെ പോകുന്നത്. വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെറിയ രാജ്യം ഒരു കുഞ്ഞു രാജ്യത്തോട് നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നത് മേഖലയിൽ തങ്ങളുടെ ശക്തി ക്ഷയിക്കാൻ കാരണമാകും. ഞങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്നൊരു വലിയൊരു നിരാശയും വലിയൊരു സങ്കടം അമേരിക്കക്കുണ്ട്. അപ്പോൾ ആയുധങ്ങൾ, അവർ പറയുന്ന കാര്യം ഇങ്ങനെ, കരയിലും ആകാശത്തും ഞങ്ങൾക്ക് രക്ഷയില്ല, സർവ്വ മേഖലയും അവർ ആക്രമിക്കുന്നു, ഞങ്ങളുടെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നുണ്ടോ എന്ന് അവർക്ക് തന്നെ സംശയം. അതായത് ചാരപ്രവൃത്തി നടത്താൻ വേണ്ടി അമേരിക്ക യമനിൽ ആളുകളെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്ന അതുകൊണ്ട് വലിയ ഗുണമില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ കാര്യങ്ങൾ ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ള കാര്യം തങ്ങൾക്ക് സംശയമുണ്ട് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനവർ കണ്ടെത്തിയിരിക്കുന്ന രീതികൾ, അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത്, ഇറാനിൽ നടന്നിരുന്ന ഹമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിലെ സൈനിക മേധാവികളോ സൈനികരിൽപ്പെട്ട ആരെങ്കിലുമോ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഒറ്റുകാരായിട്ടുണ്ടോ അല്ലെ ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്ന് അവർ സംശയിക്കുന്നതിനാൽ അത് 1-2 ആൾക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, വിചാരണ ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ അവർ നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടയച്ചു എന്നൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം കൃത്യമായ രീതിയിലാണ് ഇസ്രായേലിന് ഇറാനിനെ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും സാധിച്ചത്. ഈ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് യമന്റെ സൈനിക മേഖല അവർ പുനഃസൃഷ്ടിക്കുകയും ഓരോ 10 പേർക്ക് വീതം ഒരു രഹസ്യ കമാൻഡറെ നിയമിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അതൊക്കെ പ്രാദേശിക റിപ്പോർട്ടുകളാണ്. അതിൻ്റെ ഇപ്പോൾ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ സൈനികവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പുറത്തു വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 10 സൈനികർക്ക് ഒരു രഹസ്യ സൈനിക കമാൻഡർ ഉണ്ട്. ഈ 10 പേർക്കും അറിയില്ല ഈ സൈനിക കമാൻഡർ ആരാണെന്ന്. അപ്പോൾ പിന്നെ വലിയ രീതിയിലുള്ള പ്രയാസമാണ്.
അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ സംഭവങ്ങൾ ഞാനാണ് ഇതിൻ്റെ കമാൻഡർ എന്നുള്ള വിവരം ഇയാൾക്ക് മാത്രമേ അറിയൂ, 9 പേർക്കും അറിയില്ല എന്നതിനാൽ ഈ കൂട്ടത്തിൽ ഒരാൾ ഉണ്ട് എന്ന് അവർക്കും അറിയാം. അതാരാണെന്ന് അറിയാത്തത് കൊണ്ട് ഒരു തരത്തിലുള്ള ചാരപ്രവർത്തനം സൈനികർക്കിടയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ആണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിൽ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചോർന്ന് കിട്ടിയെങ്കിൽ മാത്രമേ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കൂ. എന്നാൽ ഒന്നും ചോർന്ന് കിട്ടുന്നില്ല എന്നുള്ളത് അവരെ നിരാശപ്പെടുത്തുന്നു. അപ്പോൾ ഇതിന് മുൻപ് ഈ ബൈഡന്റെ കാലത്ത് ഇത്ര തന്നെ സ്ട്രോങ് ഇല്ലാത്ത രീതിയിലുള്ള പ്രത്യാക്രമണ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ബൈഡന്റെ കാലത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ബൈഡന്റെ നയ നിലപാടിനോടൊപ്പം ബ്രിട്ടൻ ചേർന്ന് നിൽക്കുകയും ഒരുമിച്ചായിരുന്നു ആക്രമണം നടത്തുകയും ചെയ്തിരുന്നത്. ട്രംപിന്റെ കാലം വന്ന സമയത്ത് അയാൾ കണിശമായിരിക്കുന്ന ചില നിലപാടുകൾ എടുത്തതോടുകൂടി ബ്രിട്ടൻ ഉൾവലിഞ്ഞു. അതോടുകൂടി മേഖലയിൽ അമേരിക്ക ഒറ്റപ്പെട്ടു. പിന്നെ അമേരിക്കയും യമനും തമ്മിലുള്ള മുഖാമുഖ ആക്രമണം, കഴിഞ്ഞ പ്രാവശ്യം ആക്രമണം നടത്തി യമന്റെ അതിർത്തി കടന്നുകൊണ്ട് സെനയുടെ തീരത്ത് ആക്രമണം നടത്തി 7 പേരോ 9 പേരോ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു. അതോടനുബന്ധിച്ച് തന്നെ ഒരു ചാര വിമാനത്തെ ചാര ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തി അതിനവർ തീയിട്ട് ആഘോഷിക്കുന്ന വിവരങ്ങൾ യമന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്നു. $32 ലക്ഷം ഒരു ചാര ഡ്രോണിന് കണക്കാക്കുന്നത്, അവർ പറയുന്ന കണക്ക് പ്രകാരം ശരിയാണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു എന്നത് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തികളും ലോകം അംഗീകരിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് പോരുന്ന സമയത്ത് അമേരിക്ക യഥാർത്ഥത്തിൽ ഇവിടെ കുടുങ്ങിപ്പോയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. യുദ്ധം നിർത്തിവരാൻ വേണ്ടി പറ്റില്ല, പരാജയം സമ്മതിക്കലായിരിക്കും. യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അങ്ങനെ ചാരന്മാരെ ഇറക്കിങ്ങായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോഴത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ യമനിൽ ചാരന്മാർ കനിഞ്ഞില്ല. നിരാശപ്പെട്ട് അമേരിക്ക പിന്മാറുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്നാണ്. പിന്മാറുക എന്ന് പറഞ്ഞാൽ ചാരപ്രവർത്തന മേഖലയിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ്, അല്ലാതെ ചെങ്കടലിൽ നിന്ന് പിന്മാറുക എന്നുള്ളതല്ല. അങ്ങനെ ഏതായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയിലും വലിയ പരാജയത്തിലുമാണ് എന്ന് ഏറെക്കുറെ അവർ തന്നെ സ്ഥിരീകരിക്കുകയാണ്.